മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പ്രണവം ബാലജന സഖ്യം ശാഖയുടെ 25ാം വാർഷികം നടത്തി. പ്രണവം ബാലജന സഖ്യം ശാഖയുടെ 25ാം വാർഷിക ആഘോഷവും ഓണാഘോഷവും നടന്നു. ആദരവ് സമർപ്പണം, മുൻ ശാഖാ സഖ്യാംഗ സംഗമം എന്നിവയും ഉണ്ടായിരുന്നു. അമരാവതി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഏഷ്യാനെറ്റ് ഡയറക്ടർ ഡയാന സിൽവസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വളരെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അതുപോലെ ഈ കൊച്ചിൻ ബാലജല സംഘത്തിൽ നിങ്ങളാണ് ഏറ്റവും ടോപ്പായി നിൽക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാ ആക്ടിവിറ്റീസും വളരെ നല്ലത്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൗതുകവും ഇഷ്ടവും തോന്നിയത് ഇത് പത്രവായന കളരി നിങ്ങൾ നടത്തിയിട്ടുണ്ട്. പിള്ളേരെ എങ്ങനെ പത്രം വായിക്കാൻ പഠിപ്പിക്കുന്നു, അതെല്ലാം വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മെൽവിൻ എന്നോട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. പല തിരക്കുകൾ കൊണ്ട് പറ്റിയില്ല. ഈ പ്രാവശ്യമാണ് എനിക്കിവിടെ നിങ്ങളോടൊപ്പം വരാൻ സാധിച്ചത്. ഈ ഒരു വേദിയിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാസ്റ്റിൻ ബാബുവിനെ ഒന്ന് അഭിനന്ദിക്കണമെന്നുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു പ്രൈഡാണ്, ഞങ്ങളുടെ ചുള്ളിക്കലുള്ള ഒരു പ്രൈഡാണ് ബാസ്റ്റിൻ ബാബു. കാരണം അത്ര നന്നായിട്ടാണ് ചുള്ളിക്കലൊന്ന് റെവല്യൂഷനൈസ് ചെയ്ത്. ചുള്ളിക്കൽ ഇപ്പൊ പഴയ ചുള്ളിക്കലല്ല, കൊച്ചി ഇപ്പൊ പഴയ. കൗൺസിലർ ബാസ്റ്റിൻ ബാബു, ചിത്രത്തിരുനാൾ വായനശാല കാവലാൾ രവീന്ദ്രൻ P എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂക്കള മത്സരം, ഓണപ്പാട്ട് മത്സരം, ചിത്രരചനാ മത്സരം എന്നിവയും ഉണ്ടായിരുന്നു. സമ്മാനങ്ങൾ MY അൽത്താഫാണ് സ്പോൺസർ ചെയ്തത്. മട്ടാഞ്ചേരി AEO N സുധ മുഖ്യാതിഥിയായിരുന്നു. അത് നമുക്കൊരു രജിസ്ട്രേഷൻ കിട്ടാൻ പോലും വളരെയധികം പ്രയാസം. കാര്യം ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന് രജിസ്ട്രേഷൻ കിട്ടാൻ പോലും ഒരു പ്രയാസമുള്ള ഒരു കാലഘട്ടം. ഡാനച്ചേച്ചിക്കൊക്കെ അറിയാം, ഡാനച്ചേച്ചികളുടെ കുടുംബത്തിലുണ്ടാവുക ആ ഒരു പരിപാടിയിലൊക്കെ എല്ലാവരും ആ പ്രദേശത്ത് എല്ലാവരും ഒരുപോലെ ഇന്നൊരു ഇതാണ് ബാലജനസിംഗത്തിന്റെ പ്രോഗ്രാമുകൾ. അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിലും ഇത്രയെങ്കിലും കുട്ടികളെ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം എല്ലാവരും മൊബൈലിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് ഒതുങ്ങി പോകുമ്പോഴത്തേക്കും കുട്ടികളെ നമ്മൾ ഈ ഒരു കലാപരമായ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ മുൻകൈയെടുക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.